അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഫീന അഹ്ദ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് ജാഅകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും وَإِذْ زَاغَتِ الْأَبْصَارُ وَبَلَغَتِ الْقُلُوبُ الْحَنَاجِرَ وَتَظُنُّونَ بِاللَّهِ الظُّنُونَا هُنَالِكَ ابْتُلِيَ الْمُؤْمِنُونَ وَزُلْزِلُوا زِلْزَالًا شَدِيدًا. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കും അപ്പുറം അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, ആ ഖുർആനിൻ്റെ ഹഖീഖത്ത് എന്താണ്, അതിൻ്റെ മാഹിയത്ത് എന്താണ്, അതിൻ്റെ ഹുവിയത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ്റെ ഹഖീഖത്ത് അറിയാത്തവർ പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകൾ മാത്രം വായിച്ചുകൊണ്ട് ഖുർആനിൽ വൈരുദ്ധ്യങ്ങളാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് പരസ്യമായി സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, ഖുർആനിൽ വൈരുദ്ധ്യങ്ങളോ ഖുർആൻ മാനവികതയ്ക്കെതിരാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ പരിഭാഷയിൽ കൂടിയല്ല മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 31 ക്ലാസ്സുകളിൽ കൂടി അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാം വിശദീകരിക്കുകയുണ്ടായി. സൂറത്തുൽ അഹ്സാബിലെ 9 ആയത്തുകളുടെ വിശദീകരണം നാം കേൾക്കുകയുണ്ടായി. 10ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഖന്തഖ് യുദ്ധം നടന്നതായ അവസരത്തിൽ ചെയ്തതായ അനുഗ്രഹത്തിന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് ചിലർക്ക് സംശയം, 6ാം നൂറ്റാണ്ടിൽ ഓർമ്മിപ്പിച്ചതായ 6ാം നൂറ്റാണ്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതായ അനുഗ്രഹം ഇപ്പോഴോർത്തിട്ട് എന്താണ് കാര്യമുള്ളത്? അത് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ പ്രസക്തി തന്നെ ഇന്നും ആരും സഹായിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ ദുർബലരായ ഒരു വിഭാഗത്തിന് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും ചെയ്ത വിഭാഗത്തിന് രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ സഹായിച്ചതുപോലെ ഭാവി കാലഘട്ടത്തിലും വർത്തമാന കാലഘട്ടത്തിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുകയാണ്. നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തതായ സന്ദർഭം ദിവസം, ഇത് ജാഊക്കും ശത്രുക്കൾ നിങ്ങളെ സമീപിച്ചതായ സമയം, മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, മിൻ ഫൗഖിക്കും ഉയർന്ന പ്രദേശത്തിൽ കൂടെയും വ അസ്ഫല മിൻകും താഴ്ന്ന പ്രദേശത്തിൽ കൂടെയും ശത്രുക്കൾ നിങ്ങളെ സമീപിച്ചതായ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാം ശരിക്കും മനസ്സിലാക്കുക. മിൻ ഫൗഖിക്കും, മിൻ ഫൗഖിക്കും എന്ന പദത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകുന്ന അർത്ഥമാകുന്നത് മിന്ന അലൽ വാദി ഉയർന്ന പ്രദേശത്തിൽ നിന്നും, അതുപോലെ തന്നെ വമിൻ അസ്ഫല മിൻകും നിങ്ങളുടെ താഴ്ഭാഗത്തിൽ കൂടി. നിങ്ങളുടെ താഴ്ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശ്യമാകുന്നത് അസ്ഫലഹു അലൽ വാദി വ അസ്ഫലഹു ഉയർന്ന പ്രദേശത്തിൽ നിന്നും താഴ്ന്ന പ്രദേശത്തിൽ നിന്നും എന്നതുകൊണ്ടുള്ള വിവക്ഷയാകുന്നത് മിനൽ മശ്രിഖി വൽ മഗ്രിബി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നും ശത്രുക്കൾ നിങ്ങളെ കൊള്ള സമീപിച്ചതായ സമയത്തിനെ നിങ്ങൾ ഓർക്കുക. നാം ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഖുർആന്റെ പ്രയോഗം. അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, ആ ഖുർആന്റെ പദങ്ങൾ ചില പദങ്ങളാകുന്നത് സ്വരീഹ നിലയ്ക്ക് അർത്ഥമുണ്ടാകുന്നതാണ്, മറ്റ് ചില പദങ്ങളാകുന്നത് കിനായത്ത നിലയ്ക്ക് അർത്ഥമുണ്ടാകുന്നതാണ്, മറ്റ് ചില പദങ്ങളാകുന്നത് തഅരീൽ നിലയ്ക്കാണ് അർത്ഥമുണ്ടാകുന്നത്. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ വായിക്കുമ്പോൾ പരിഭാഷകൾ വെറും സ്വരീഹായ പദത്തിൻ്റെ അർത്ഥം മാത്രമാണ് നൽകുന്നത്. അപ്പോൾ കിനായിയായ പ്രയോഗം എന്താണ്?
തഅരീൽ എന്നതിലേക്കുള്ള പ്രയോഗം എന്താണ്? ഇത് രണ്ടും അലങ്കാര പ്രയോഗങ്ങളാണ്. അത് രണ്ടിൻ്റെയും നിർവചനം എന്താണ്, കിനായത്ത് എന്താണ്, തഅരീൽ എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസിൻ്റെ ഈ ആയത്തുകളുടെ ലളിതമായ വിശദീകരണത്തിന് ശേഷം നമുക്കതിലേക്ക് കടക്കാം. ഇവിടെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം എന്താണ്? ഇത് ജാഊക്കും, ശത്രുക്കൾ നിങ്ങളെ സമീപിച്ച സമയത്ത്, മിൻ ഫൗഖിക്കും നിങ്ങളുടെ മുകളിൽ കൂടി, വമിൻ അസ്ഫല മിൻകും നിങ്ങളുടെ താഴ്ഭാഗത്തിൽ കൂടി. ഇവിടെ മുകളിൽ കൂടി താഴ്ഭാഗത്തിൽ കൂടി എന്നതുകൊണ്ടുള്ള വിവക്ഷയാകുന്നത് മിന്നഅൽ വാദി വസ്ഫലഹു, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിലുമുള്ളവർ, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും. ഇത് ഈ പദത്തിൻ്റെ സ്വരീഹായ അർത്ഥമെങ്കിൽ ഇനി ഇതിൻ്റെ കിനായിയായ അർത്ഥമുണ്ട്. എല്ലാ ഭാഗത്തിൽ നിന്നും ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തതായ സമയത്ത് രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സഹായം ചെയ്തു. ആ അനുഗ്രഹത്തിനെ നിങ്ങൾ ഓർക്കുക. വഇദ് സാഅത്തിൽ അബ്സ്വാർ, ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തതായ സമയത്ത് എന്ത് സംഭവിച്ചു? വഇദ് സാഅത്തിൽ അബ്സ്വാർ മാലത്ത് അൻ കുല്ലി ഷൈഇൻ ഇലാ അദുബ്ബിഹാ മിൻ കുല്ലി ജാനിബിൻ. വഇദ് സാഅത്തിൽ അബ്സ്വാർ, കണ്ണുകൾ ചാഞ്ഞതായ സമയം. കണ്ണുകൾ ചായുക എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെ നോക്കുന്നതിനെ തൊട്ട് ശത്രുവിലേക്ക് മാത്രം നോക്കുന്നതായ സമയം. ആ ഭയപ്പാടിൻ്റെ ഭീകരമായ അവസ്ഥയെ വർണ്ണിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗമാണ്. നിങ്ങളെക്കൊള്ള ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്നും സമീപിച്ചതായ സമയത്ത് രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. ആ സഹായം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ സൂറത്തുൽ അഹ്സാബിലെ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞതായ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന് തഖ്വ ചെയ്യുകയും അവനെ മാത്രം ഭയപ്പെടുകയും ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. അത് ഖന്തഖ് യുദ്ധം നടന്ന സമയത്ത് മാത്രമല്ല, ഇപ്പോഴും മാത്രമല്ല, പിന്നീടും സംഭവിക്കുന്നതാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തി. ആ ഖുർആൻ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇതിൻ്റെ പ്രയോഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ശത്രുക്കൾ എല്ലാ ഭാഗത്തിൽ കൂടെ നിങ്ങളെ വലയം ചെയ്തതായ സമയത്ത് നിങ്ങളുടെ കണ്ണുകളാകുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് ചായുന്നതിനെ തൊട്ട് വെറും ശത്രുക്കളെ മാത്രം ലക്ഷ്യം വെച്ചതായ സമയം. വബലഅത്തിൽ ഖുലൂബുൽ ഹനാജിർ, വബലഅത്തിൽ ഖുലൂബ്, ഹൃദയം എത്തിയതായ സമയം. അൽ ഹനാജിറ, തൊണ്ടക്കുഴിയുടെ അറ്റത്തേക്ക്. അതാ തൊണ്ടക്കുഴിയുടെ അറ്റത്ത് ഹൃദയം എത്തിയതായ സമയം. ഇതൊരു അലങ്കാര പ്രയോഗമാണ്. തൊണ്ടക്കുഴിയുടെ അറ്റത്ത് അതാ ഹൃദയം എത്തുക എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്താണ്? വബലഅത്തിൽ ഖുലൂബുൽ ഹനാജിറ എന്ന പദത്തിനതാ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിൻ്റെ സ്വരീഹായ അർത്ഥം പറയുകയാണ്. വഹിയ, ഹനാജിർ എന്ന് പറഞ്ഞാൽ മുന്തഹൽ ഹൽഖൂമി, അതേ തൊണ്ടക്കുഴിയുടെ അറ്റമാണ്. മിൻ ശിദ്ദത്തിൽ ഖൗഫി, ഭയപ്പാടിൻ്റെ കാഠിന്യത കാരണമായിട്ട്, ഭയപ്പാടിൻ്റെ കാഠിന്യത കാരണമായിട്ട് അതാ ഹൃദയം തൊണ്ടക്കുഴിയുടെ അറ്റത്തേക്ക് എത്തുന്നു. അതെങ്ങനെയാണ് എന്ന പ്രയോഗത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇതൊരു ഹഖീഖിയായ പ്രയോഗമല്ല, ഇതൊരു അലങ്കാര പ്രയോഗമാണ്, ഇതൊരു കിനായിയായി പറഞ്ഞതാണ്. അപ്പോൾ ഏതൊരു പദമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും, പരിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹഖീഖിയായ പ്രയോഗമുണ്ട്, മജാസിയായ പ്രയോഗമുണ്ട്. ആ ഹഖീഖത്തിൽ തന്നെ സ്വരീഹായ അർത്ഥം വ്യക്തമായതുണ്ട്, കിനായിയായി പറയുന്നതുണ്ട്, അതോടൊപ്പം തന്നെ തഅരീലായി പറയുന്നതുണ്ട്. ഈ തഅരീൽ എന്താണെന്നറിയാത്തവർ, കിനായത്ത് എന്താണെന്നറിയാത്തവർ, ഹഖീഖത്ത് എന്താണെന്നറിയാത്തവർ, സ്വരീഹ് എന്താണെന്നറിയാത്തവർ, മജാസ് എന്താണെന്നറിയാത്തവർ ഇവർ വന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലായി വന്നുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ ഇവരുടെ അറിവില്ലായ്മയെ സംബന്ധിച്ച് മനസ്സിലാക്കിയവർ എങ്ങനെയാണ് ഇവർക്ക് മറുപടി പറയും എന്നതിനെ സംബന്ധിച്ച് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവർ തികച്ചും പരിശുദ്ധ ഖുർആനിൻ്റെ ഹഖീഖത്ത് മനസ്സിലാക്കാത്തവരാണ്, ഖുർആനിൻ്റെ മാഹിയത്ത് മനസ്സിലാക്കാത്തവരാണ്, ഖുർആനിൻ്റെ ഹുവിയത്ത് മനസ്സിലാക്കാത്തവരാണ്. ഇവർ പഠിച്ചുകൊണ്ടാണ് ഖുർആനിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നു. ഇവരുടെ പഠനമാകുന്നത് വെറും പരിഭാഷയിൽ കൂടിയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസ
ായിട്ട് അമാനുഷികതയായിട്ട് ഇറക്കിക്കൊടുത്തതായ ഖുർആൻ പരിഭാഷയല്ല, അറബി സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ ശൈലിയിലുള്ളതായ ഖുർആനാണ്. ഈ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അന്ന് ഇതിൻ്റെ ശ്രോതാക്കളായ എല്ലാവരും ആ ആശയങ്ങൾ സ്ഫുടമായ രൂപത്തിൽ മനസ്സിലാക്കിയതുമായിരുന്നു എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വതളുന്നൂന ബില്ലാഹി ളുനൂന, അള്ളാഹുവിൻ്റെ സഹായം വന്നതായ സമയത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ജാഊക്കും, ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തതായ സമയം. മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, മുകളിൽ കൂടെയും താഴെ കൂടെയും എന്നതുകൊണ്ടുള്ള വിവക്ഷയാകുന്നത് എല്ലാ ഭാഗത്തുകൂടെയും, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും എല്ലാ ഭാഗത്തിൽ കൂടെയും ശത്രുക്കൾ വന്ന് നിങ്ങളെ വലയം ചെയ്തതായ സന്ദർഭത്തിൽ വൈദസാഅത്തുൽ അബ്സ്വാർ, നിങ്ങളുടെ കണ്ണുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കുന്നതിനെ തൊട്ട് ശത്രുക്കളിലേക്ക് മാത്രം നിങ്ങളുടെ കണ്ണുകൾ ചാഞ്ഞതായ സമയം. വബറഅത്തുൽ ഖുലൂബുൽ ഹനാജറ, ഭയപ്പാട് കാരണമായിട്ട് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് അതാ ഹൃദയം മേൽപോട്ടുയരുകയും നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം തടസ്സമാകുന്ന രൂപത്തിൽ ഭയപ്പാടുണ്ടാവുകയും ചെയ്തതായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചു. വതളുന്നൂന ബില്ലാഹി ളുനൂന, നിങ്ങൾ തന്നെ ഭാവിക്കുന്നവരായ സ്ഥിതിയിൽ ബില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളുനൂന, വ്യത്യസ്തമായ ഭാവനകൾ. അതായത് ആ കൂട്ടത്തിലുണ്ടായിരുന്നതായ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് ഭാവിച്ചതായ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന കപടവിശ്വാസികൾ, മുനാഫിഖീങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞതായ സന്ദർഭത്തിൽ ഈ ശത്രുക്കൾ കാരണമായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും അതോടൊപ്പം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തുടച്ചു മാറ്റാനുള്ള സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയതായ അവസരത്തിൽ വതളുന്നൂന, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ നിങ്ങൾ ഭാവിച്ചു ബില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളുനൂന, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ ഭാവനകളാണ് ഭാവിച്ചത് എന്ന് പറഞ്ഞാൽ അൽ മുഖ്തലിഫത്തു ബിൻ നസ്രി വൽ യഅസ്, കൂട്ടത്തിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന് വിശ്വാസികൾ ഭാവിച്ചപ്പോൾ കപടവിശ്വാസികൾ സഹായം ലഭിക്കുകയില്ല, നിരാശയാണ് അവരതാ ഭാവിച്ചത്. ഹുനാലിക, സന്ദർഭത്തിൽ ഉബ്തുലിയൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, കാഠിന്യമായ രൂപത്തിൽ അവരെ വിറപ്പിക്കപ്പെടുന്നതായ സന്ദർഭം. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹത്തിനെ നിങ്ങൾ ഓർക്കുക. സൂറത്തുൽ അഹ്സാബ് 10-11 ഈ ആയത്തിൻ്റെ ലളിതമായ അർത്ഥമാണ്, തഫ്സീറുൽ ജലാലൈനിയിൽ പറഞ്ഞതായ അർത്ഥമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ കേട്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് സംശയം, ഖന്തഖ് യുദ്ധം നടന്നതായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ സത്യവിശ്വാസികൾക്ക് ചെയ്തതായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിനെ ഓർത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ ഈ ആയത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന സംശയത്തിനുള്ള ഇന്ന് ഈ ആയത്തിൻ്റെ പ്രസക്തി എന്താണ്? ഖന്തഖ് യുദ്ധം നടന്നതായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഉയർന്ന പ്രദേശത്ത് നിന്നും താഴ്ന്ന പ്രദേശത്തിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കൾ വലയം ചെയ്തതായ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഏറ്റുമുട്ടൽ കൂടാതെ നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നു. ആ സഹായത്തിനെ ഇന്നോർക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഈ സംഭവമാകുന്നത് സൂറത്തുൽ അഹ്സാബിലെ 10-ാമത്തതും 11-ാമത്തെ ആയത്ത് ദൃഢീകരിക്കുകയാണ്. മിനൽ അംരി ബി തഖ്വല്ലാഹ്, അതേ സൂറത്തുൽ അഹ്സാബിലെ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞതായ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ബിഹൈസ് ലാ യബ്ഖാ മഅഹു ഖൗഫും മിൻ അഹദിൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ബിഹൈസ് ലാ യബ്ഖാ മഅഹു, ആ തഖ്വയോടൊപ്പം ഉണ്ടാകാൻ പാടില്ല ഖൗഫും മിൻ അഹദിൻ, അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നൊന്നാമത്തെ ആയത്തിലും 2-ാമത്തെ ആയത്തിലും പറഞ്ഞതിനെ അതാ സ്ഥാപിപ്പിക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലെ 10-ാമത്തതും 11-ാമത്തെ ആയത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ തമ്മിലുള്ള ബന്ധമാണ് നാം പറഞ്ഞു വരുന്നത്. സൂറത്തുൽ അഹ്സാബിൻ്റെ തുടക്കമാകുന്നത് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, അള്ളാഹുവിൻ്റെ തീരുമാനം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നതിനെ സ്ഥിരപ്പെടുത്തുകയാണ്. 10-ാമത്തതും 11-ാമത്തെ ആയത്ത് അതെങ്ങനെ?
ലിഅന്ന വാഖിഅത്ത ഇജ്തിമാഉൽ അഹ്സാബ്, എല്ലാ വിഭാഗക്കാരും സംഘടിക്കുക എന്ന സംഭവം, വസ്തിദാദുൽ അംരി അലൽ അസ്ഹാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തുൽ കിറാമിൻ്റെയും മേൽ ഉണ്ടായതായ വിഷയത്തിൻ്റെ കാഠിന്യത, ഹൈസുജിത്തമ അൽ മുശ്രിക്കൂന ബിഅസ്രിഹിം, എല്ലാ ഭാഗത്തുള്ളതായ മുശ്രിക്കീങ്ങളും സംഘടിച്ചു, വൽ യഹൂദ് ബി അജ്മഇഹിം, എല്ലാ ഭാഗത്തുള്ളതായ ജൂതന്മാരും സംഘടിച്ചു, വനസലു, അവരൊന്നടങ്കം ഇറങ്ങി, അലൽ മദീനത്തി, മദീനയിലേക്ക് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തുൽ കിറാമിനെയും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ വഅമിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വ്യാപൃതരായി അൽ ഹന്തക്ക് കുഴിച്ചുകൊണ്ട് ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നതിനെ തൊട്ട് തടയുന്നതിന് വേണ്ടി കിടങ്ങുകൾ കുഴിക്കുകയായിരുന്നു. കാനെല്ലാം ഈ സന്ദർഭത്തിൽ വിഷയം ഫീ ഓയത്ത് ശിദ്ദത്തി വൽ ഖൗഫ്, അങ്ങേ അറ്റത്തെ ഭയപ്പാടിലായിരുന്നു. ബാരി അൻജിലൽ ഓയത്ത്, അതേ വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഭയപ്പാടാണ്. പേടിയുണ്ടാകുന്ന അവസരത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന അവൻ്റെ നോട്ടത്തിനെയും അവൻ്റെ മാനസികാവസ്ഥയുമാണ് വിശദീകരിക്കുന്നത്. ഭയപ്പാടുണ്ടാകുന്ന സമയത്ത് ഒരു മനുഷ്യന് സംഭവിക്കുന്നതായ അവസ്ഥയാണ്. അതാ കണ്ണ് മറ്റെല്ലാ ഭാഗത്തിനെ തൊട്ടുമുള്ളതായ നോട്ടം ശത്രുവിൻ്റെ ഭാഗത്തേക്ക് മാത്രം ചായുകയാണ്. ഭയപ്പാട് കാരണമായി, പേടിച്ചത് കാരണമായി മനുഷ്യ ശരീരത്തിലുള്ളതായ അവയവങ്ങൾ കയറി ചുരുങ്ങുകയാണ്. ചുരുങ്ങിയത് കാരണമായിട്ട് ശ്വാസതടസ്സമുണ്ടാകുന്ന അവസ്ഥയിലേക്ക്, അവൻ്റെ തൊണ്ടക്കുഴിയുടെ അറ്റത്തേക്ക് അതാ ആത്മാവ്, അവൻ്റെ ഹൃദയം എത്തുന്ന അവസ്ഥയിലേക്ക് ഭയപ്പെടുന്നതായ സന്ദർഭം. വല്ലാഹു, ഉടമസ്ഥനായ രക്ഷിതാവായ നിങ്ങൾ പേടിക്കുന്ന സൂക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ദഫഅൽ ഖൗമ, ഈ സംഘടിതരെ മുഴുവനെയും ഉപരോധിച്ചു, അൻഹും, അതാ മുസ്ലിമീങ്ങളെ തൊട്ട്, മിൻ ഗൈരി ഖിതാൽ, പരസ്പരം ഏറ്റുമുട്ടൽ കൂടാതെ, വആമനഹുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തുൽ കിറാമിനും അതാ സുരക്ഷിതത്വം നൽകി, മിനൽ ഖൗഫി, ഭയപ്പാടിനെ തൊട്ട്. ഈ സംഭവം നിങ്ങൾ ഓർക്കുമ്പോൾ അത്യാവശ്യമാണ്. ഇത് ഹന്തക്കിൽ നടന്ന സംഭവമാണ്. അത് ഹന്തക്കോടുകൂടി അവസാനിക്കുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. 6-ാം നൂറ്റാണ്ടോടുകൂടി അത് അവസാനിക്കുന്നില്ല. അത്യാവശ്യമാണ്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്കും അല്ലാ യഖാഫൽ അബ്ദു ഗൈറ റബ്ബിഹി, 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്നതായ ജീവിക്കുന്ന മനുഷ്യരും അല്ലാ യഖാഫ, അവൻ ഭയപ്പെടരുത്, ഗൈറ റബ്ബിഹി, ഉടമസ്ഥനായ പരിപാലകനായ റബ്ബുൽ ആലമീനായ അല്ലാഹു അല്ലാത്തവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഫഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല, കാഫിൻ അംറഹു, അവനെ ഭയപ്പെടുന്നവരെ, അവനിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരുടെ അതേ അചഞ്ചലമായ വിശ്വാസവും ഭക്തിയുമുള്ളവരുടെ വിഷയം മുഴുവനും അല്ലാഹു തആല മതിയാക്കി കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വലാ യഅ്മനു മക്റഹു, ഈ ലോകത്ത് ജീവിക്കുന്ന അവസരത്തിൽ ഏത് നിമിഷവും അല്ലാഹുവിൻ്റെ ശിക്ഷയുണ്ടാകും. ആ ശിക്ഷയെ തൊട്ട് നീ നിർഭയനാകരുത്. ഫഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല ഖാദിറുൻ, കഴിവുള്ളവനാണ്, അലാ കുല്ലി മുംകിനിൻ, എല്ലാ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളും അവൻ നടപ്പാക്കുന്നതാണ്. ഈ ആയത്തിൻ്റെ പ്രസക്തി മനസ്സിലായില്ലയോ പ്രിയമുള്ള സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖന്തഖ് യുദ്ധം നടന്നതായ സമയത്ത് നടന്നതായ സംഭവം എടുത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 9, 10, 11 ആയത്തിൽ കൂടി വിവരിക്കുന്നു. ഇത് ഖന്തഖ് യുദ്ധം നടന്ന സമയത്ത് മാത്രമുള്ളതല്ല, ഈ ലോകം അവസാനിക്കുന്നത് വരെ എല്ലാ മനുഷ്യർക്കും ഇതിൽ പാഠമുണ്ട്. എല്ലാ മനുഷ്യരും ഓർക്കേണ്ടതായ വിഷയമാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. നിങ്ങൾ അല്ലാഹുവിലേക്ക് അചഞ്ചലമായ വിശ്വാസമുള്ളവരാവുകയും പൂർണ്ണമായിട്ട് റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയും ആരെയും ഭയപ്പെടാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഏത് നിമിഷവും അല്ലാഹുവിൻ്റെ പരീക്ഷണമുണ്ടാകാം എന്ന പ്രതീക്ഷയിലായിട്ട് ഖൗഫ് റജായിലായിക്കൊണ്ട്
അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കൊതിച്ചുകൊണ്ട് ജീവിക്കണം എന്ന സന്ദേശമാണ്. ഫൈന്നഹു, തീർച്ചയായിട്ടും അള്ളാഹു തആല ഖാദിറൻ, കഴിവുള്ളവനാണ്, അലാ കുല്ലി മുംകിനിൻ, എല്ലാ സാധ്യതയുള്ള വിഷയത്തിൻ്റെ മേലും, ഫക്കാന ഖാദിറൻ, അവന് കഴിയുമായിരുന്നു, അലാ അൻ യഖ്ഹറൽ മുസ്ലിമീന ബിൽ കുഫാരി, മുസ്ലിമീങ്ങൾക്ക് കുഫാറിനെ അതിജയിക്കാനുള്ളതായ കഴിവ് നൽകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല സാധിക്കുന്നതാണ്. മഅന്നഹും കാനൂ ദുഅഫാ, മുഅ്മിനീങ്ങൾ വളരെ ന്യൂനപക്ഷമാകുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ഏറ്റുമുട്ടാതെ തന്നെ രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷത്തിന് അതാ ഏറ്റുമുട്ടുന്ന അവസരത്തിൽ തന്നെ ഭൂരിപക്ഷത്തിന് അതിജയിക്കാനുള്ളതായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ കഴിവുള്ളവനാണ്. ഏതുപോലെ കമാ ഖഹറൽ കാഫിരീന ബിൽ മുഅ്മിനീൻ, എന്നതുപോലെ തന്നെ ഭൂരിപക്ഷമാകുന്ന കാഫിരീങ്ങൾക്ക്, അവിശ്വാസികൾക്ക് മുഅ്മിനീങ്ങളെയും അതിജയിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അവസരം നൽകിയിട്ടില്ല. ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഉലമാക്കൾ പഠിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഈ പ്രപഞ്ചത്തിൽ നിയോഗിച്ചു. വആഖിബത്തുൽ മുക്കല്ലഫീൻ, അതേ മതശാസനയുള്ളവര്, കൽപ്പിക്കപ്പെട്ടവർ. മുക്കല്ലഫീൻ എന്ന് പറഞ്ഞാൽ ശാസനയുള്ളവരുടെ ആഖിബത്ത്, അവസാനം ഇമ്മാ ഹിസാബുൻ, ഒന്നിരിക്കൽ വിചാരണയാണ്, വഇമ്മാ അദാബുൻ, ഒന്നിരിക്കൽ ശിക്ഷയാണ്. ലിഅന്ന സ്വാദിഖീന, വിശ്വാസികൾ, മുഹാസബുൻ, അവരോട് വിചാരണ നടത്തുകയും അവർ ചെയ്തതായ നന്മകൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. വൽ കാഫിറ, നേരെ മറിച്ച് നിഷേധികളാകുന്നത്, മുഅദ്ദബുൻ, ശിക്ഷിക്കപ്പെടുന്നതാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദുനിയ, പ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചം, ഹലാലുഹ, അനുവദിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം, ഹിസാബുൻ, അതിനെ സംബന്ധിച്ച് കണക്ക് ചോദ്യമുണ്ട്, വഹറാമുഹ, നിഷേധിക്കപ്പെട്ടതായ കാര്യങ്ങൾ, അദാബുൻ, ശിക്ഷയാണ്. വഹാദ, ഈ പറഞ്ഞതായ ആപ്തവാക്യമാകുന്നത്, ഈ വിശദീകരണം, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിശദീകരണം, മിമ്മാ യൂജിബുൽ ഖൗഫൽ അമ്മ, ഈ ഭയപ്പാടാകുന്നത്, ഖന്തക്ക് യുദ്ധം നടന്നതായ സമയത്ത് സ്വഹാബത്തുൽ കിറാം ഭയപ്പെട്ടതായ വിഷയമാകുന്നത് അവിടെ മാത്രം ബാധകമുള്ളതല്ല, അതേ എല്ലാവർക്കും ബാധകമാണ്. ഏത് നിമിഷത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകാം, അതിനെ ഭയപ്പെടുക. ആരെ ഭയപ്പെട്ടാലും അള്ളാഹുവിൽ മാത്രം ഭയപ്പെടുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നും സുരക്ഷിതത്വമുണ്ടാകും എന്നതിലേക്കും ഈ ആയത്തിൽ സൂചനയുണ്ട്. വീണ്ടും അതാ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകൾ ഭാഗമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതുകൊണ്ട് തലയുടെ മുകൾ ഭാഗം തന്നെ ആകണമെന്നില്ല. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഖുർആനിൻ്റെ ഓരോ പ്രയോഗങ്ങളും മനസ്സിലാക്കുക. മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയുടെ മുകളിൽ എന്നാണോ? അയ്മിന്ന അരൽ വാദി മിൻ ജിഹത്തിൽ മശ്രിക്ക്, അതാ കിഴക്കൻ ഭാഗത്തിൽ നിന്നുള്ളതായ ഉയർന്ന പ്രദേശത്തിൽ കൂടിയായിരുന്നു സൈന്യങ്ങൾ വന്നത്. അതേ കിഴക്കൻ പ്രദേശത്തിൽ നിന്നുള്ള ഉയർന്ന ഭാഗത്തിനതാ മിൻ ഫൗഖിക്കും എന്ന് ഖുർആൻ പ്രയോഗിച്ച്, വൽജാഇ മിൻ ദാരിക, ആ മശ്രിക്കിൻ്റെ ഭാഗത്തിൽ നിന്നും വന്നവരാരാണ്? കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും വന്നവർ ആരാണ്? ബനു ഉത്ഫാൻ ഗോത്രക്കാര്. വമൻ താബഅഹും, അവരെ പിൻപറ്റിയതായ മിൻ അഹ്ലി നജ്ദ്, നജ്ദിൻ്റെ അഹ്ലുകാര്, ബനു ഖുറൈള, ബനു നദീർ, ഇവരെല്ലാം ഉയർന്ന പ്രദേശത്തിൽ നിന്നും വന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ മുകളിൽ കൂടി എന്ന് പറഞ്ഞു. വമിൻ അസ്ഫല മിൻകും, ഐ മിൻ അസ്ഫലിൽ വാദി, താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വന്നവർ, മിൻ ഖിബലിൽ മഅ്രിബി, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും, വൽജാഇ, അങ്ങനെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും വന്നവർ ആരാണ്? മിൻ ദാരിക, അതിൽപ്പെട്ടവരാണ് ഖുറൈശും ബനീ കിനാന വാഹിലു തിഹാമ, തിഹാമത്തിൻ്റെ അഹ്ലുകാര്, അതുപോലെ തന്നെ കിനാന ഗോത്രക്കാര്, ഖുറൈശികൾ, ഇവരെല്ലാം താഴ്ന്ന പ്രദേശത്തിൽ നിന്നും വന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളുടെ മുകൾ ഭാഗത്തിൽ നിന്നും താഴ്ഭാഗത്തിൽ നിന്നും എന്നതുകൊണ്ടുള്ള വിവക്ഷയാകുന്നത് ഉയർന്ന പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും, അല്ലെങ്കിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എന്ന് പറഞ്ഞതിന് ശേഷം മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഈ പദത്തിന് അതേ നിങ്ങൾക്ക് സ്വരീഹായ അർത്ഥം വയ്ക്കാൻ കഴിയുന്നത് പോലെ തന്നെ വയഹ്തമിലു, സാധ്യതയുണ്ട്, അയ്യക്കൂന മിൻ ഫൗഖു വമിൻ അസ്ഫലു, മുകൾ ഭാഗവും താഴ്ഭാഗം എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യമാകുന്നത് കിനായത്തുൻ, സൂചന നൽകലാണ്, കിനായിയായ പ്രയോഗമാണ്.
ഒരു പദം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പദം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പറയുകയുണ്ടായി, സ്വരീഹായ അർത്ഥമുണ്ട്, കിനായിയായ അർത്ഥമുണ്ട്, തഅരീൽ എന്ന നിലയ്ക്കുള്ളതായ അർത്ഥമുണ്ട്. പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയാൽ വെറും സ്വരീഹായ അർത്ഥത്തിൻ്റെ അർത്ഥം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് സ്വരീഹായ അർത്ഥം മാത്രം നോക്കുമ്പോൾ, നിങ്ങൾക്ക് വൈരുദ്ധ്യം നോക്കുമ്പോൾ ഈ ആയത്തിൻ്റെ കിനായിയായ അർത്ഥം എന്താണെന്ന് നിങ്ങൾ നോക്കണം. തലയുടെ മുകളിൽ കൂടി എങ്ങനെയാണ് ശത്രുക്കൾ വരും എന്നാണ് യുക്തിവാദികൾ ചോദിക്കുന്നത്. അപ്പോഴിവിടെ തലയുടെ മുകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, കാലിൻ്റെ താഴ്ഭാഗം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, കിനായത്തിന് ഇതൊരു അലങ്കാര പ്രയോഗമാണ്, കിനായിയായ സൂചന നൽകലാണ്. അനിൽ യഹാത്തത്തെ മിൻ ജമീഅൽ ജവാനിബ്, എല്ലാ ഭാഗത്തിൽ കൂടി ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്യുക. എല്ലാ ഭാഗത്തിൽ കൂടി വലയം ചെയ്യുന്നതിന് മുകൾ ഭാഗമെന്നും താഴ്ഭാഗമെന്നും പ്രയോഗിക്കുന്നതാണ്. കഅന്നഹു ഖീൽ. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് നാം ശരിക്കും മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം മനസ്സിലാക്കുക. ഖുർആനിൻ്റെ പ്രയോഗം മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ പഠിക്കുക, അറബി ഭാഷയുടെ വിവിധങ്ങളായ ശാഖകൾ മനസ്സിലാക്കുക. അങ്ങനെ അറബി ഭാഷയും അറബി ഭാഷയുടെ വിവിധങ്ങളായ ശാഖകളും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വിമർശിക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കേണ്ടത്. അല്ലാതെ വെറും പരിഭാഷകൾ മാത്രം വായിച്ചതിന് ശേഷം ഞങ്ങൾ ഖുർആൻ പഠിച്ചു, ഞങ്ങൾ ഖുർആൻ പഠിച്ചതിന് ശേഷമാണ് വിമർശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ പഠനമാകുന്നില്ല. കണ്ട, സ്വരീഹായ അർത്ഥമുണ്ട്. നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളോട് വെല്ലുവിളി സ്വീകരിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം തുടർന്ന് പറയാം. കഅന്നഹു ഖീൽ, അതേ നിങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്നും താഴ്ഭാഗം എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം അതാക്കണ്ട. കിനായിയായ അർത്ഥമാകുമ്പോൾ ഇത് ജാഊക്കും, ശത്രുക്കൾ നിങ്ങളെ സമീപിച്ച്, മുഹീത്തീന ബിക്കും, നിങ്ങളെ വലയം ചെയ്യുന്നതായ സ്ഥിതിയിൽ എല്ലാ ഭാഗങ്ങളിൽ കൂടി വലയം ചെയ്യുക എന്നതിൻ്റെ അലങ്കാര പ്രയോഗമാണ് മുകൾ ഭാഗവും താഴ്ഭാഗവും. സൂറത്തുൽ അൻകബൂത്ത് 55-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത് ഖുർആനിൻ്റെ ശൈലിയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ചില ഭാഗം ചില ഭാഗത്തിന് വിശദീകരണമാണ്. ഖുർആൻ്റെ ബഅദ് മനസ്സിലാക്കേണ്ടത് മറ്റു ബഅദിൽ നിന്നാണ്. അല്ലാതെ ഖുർആൻ്റെ പരിഭാഷകൾ മാത്രം വായിച്ചുകൊണ്ട് അതാ ഖുർആൻ വൈരുദ്ധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഖുർആൻ കൊണ്ട് ജനങ്ങൾ സന്മാർഗത്തിലേക്കാകും, ഈ ഖുർആൻ കൊണ്ട് ജനങ്ങൾ വഴികേടിലാകും. ഖുർആൻ കൊണ്ട് ജനങ്ങൾ വഴികേടിലാകുന്നത് എങ്ങനെയാണ്? അറിയാത്തതായ കാര്യങ്ങൾ പഠിക്കാതിരിക്കുകയും അറിവുള്ളവരോട് ചോദിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് തന്നെ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരാണ് വഴികേടിലാകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. യഅ്ശാഹുൻ, അവരെ പൊതിയുന്നതാണ്. അൽ അദാബ്, ശിക്ഷ പൊതിയുന്നതാണ്. മിൻ ഫൗഖിഹിം, അവരുടെ മുകൾ ഭാഗത്തിൽ കൂടിയും. വമിൻ തഹത്തി അർജുലിഹിം, സൂറത്തുൽ അൻകബൂത്ത് 55-ാമത്തെ ആയത്തിൽ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ചു തരികയാണ്. അവരെ പൊതിയുന്ന ശിക്ഷ മിൻ ഫൗഖിഹിം, അവരുടെ മുകൾ ഭാഗത്തുകൂടിയും, വമിൻ തഹത്തി അർജുലിഹിം, അവരുടെ കാലിൻ്റെ താഴ്ഭാഗത്തിൽ കൂടി എന്ന പ്രയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഹീത്തീന, എല്ലാ ഭാഗത്തിൽ കൂടി വലയം ചെയ്യുന്നതാണ് എന്നതുപോലെ തന്നെ നാം ഒന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ വബറഅത്തിൽ ഖുലൂബുൽ ഹനാജിർ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. ശത്രുക്കളെ കണ്ട സമയത്ത് ഖന്തക്ക് യുദ്ധത്തിൻ്റെ അവസരത്തിൽ എല്ലാ ഭാഗത്തിൽ കൂടി ശത്രുക്കൾ വലയം ചെയ്തപ്പോൾ വബറഅത്തിൽ ഖുലൂബ്, ഹൃദയമെത്തി, അൽ ഹനാജിറ, തൊണ്ടക്കുഴിയുടെ അങ്ങേ അറ്റത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശ്യം? ജംഉ ഹൻജറത്തിൻ വഹിയ മുന്തഹൽ ഹൽഖൂമി, തൊണ്ടക്കുഴിയുടെ അറ്റത്തിനാണ്, അവസാന ഭാഗത്തിനാണ് ഹനാജിർ എന്ന് പറയുന്നത്. മിൻ ശിദ്ദത്തിൽ ഖൗഫി, പേടി കാഠിന്യമായപ്പോൾ ഹൃദയം തൊണ്ടക്കുഴിയുടെ അങ്ങേ അറ്റത്തിലേക്ക് എത്തി ശ്വാസോച്ഛ്വാസം നടത്തുന്നതിന് തടസ്സം നേരിട്ട് എന്ന പ്രയോഗത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ ഖുർആൻ വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നു, വബറഅത്തിൽ ഖുലൂബുൽ ഹനാജിറ എന്ന് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞ ഈ പ്രയോഗമാകുന്നത് കിനായത്തുൻ, ഇതും കിനായത്താണ്, അലങ്കാര പ്രയോഗമാണ്, സൂചന നൽകുകയാണ്. എന്തിനെ തൊട്ട്? ഭയാനകമായ കാഠിന്യത്തിനെ തൊട്ടുള്ളതായ കിനായത്താണ് ബറഅത്തുൽ ഖുലൂബുൽ ഹനാജിറ, വർണ്ണിക്കാൻ കഴിയാത്തതായ ഭയപ്പാട്. ഇതെങ്ങനെയാണ്?
വർണ്ണിക്കാൻ കഴിയാത്ത ഭയപ്പാടുണ്ടാകുന്ന അവസരത്തിൽ മനുഷ്യൻ്റെ ഹൃദയം ഹനാജിറിലേക്ക് എത്തുന്നത് വദാലിക്കാരി അന്നൽ ഖൽബ. ഇതാ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മനുഷ്യ ഹൃദയം ഇന്ദൽ ഖലബി, ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം വേഗത്തിലാവുകയാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ അവൻ്റെ മനസ്സാകുന്നത് വേഗത്തിലാവുകയാണ്, കുത്തി ഒലിക്കുകയാണ്, നിയന്ത്രിക്കാൻ കഴിയാത്തതാകുന്നതാണ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് മനുഷ്യരെ ഉപദ്രവിക്കുന്നു, മനുഷ്യൻ നികൃഷ്ടമായ പ്രവർത്തനയ്ക്ക് അവനെ പ്രേരിപ്പിക്കുന്നു. കാരണം അവസരത്തിൽ മനുഷ്യൻ്റെ ഹൃദയം വേഗത്തിലാകുന്നു, അത് കുത്തിയൊലിക്കുന്നു. ആ മനുഷ്യ ഹൃദയത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത് ദേഷ്യമുണ്ടാകുന്ന അവസരത്തിലാണെങ്കിൽ വഇന്ദൽ ഖൗഫി, ഭയപ്പാടുണ്ടാകുന്ന അവസരത്തിൽ, പേടിക്കുന്ന അവസരത്തിൽ മനുഷ്യ ഹൃദയം കൂടിച്ചേരുകയാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോ പ്രയോഗങ്ങളും മനസ്സിലാക്കുക. ആ ഓരോ പ്രയോഗങ്ങളുടെയും ഹഖീഖത്ത്, മാഹിയത്ത്, ഹുവിയത്ത് എന്താണെന്ന് ചിന്തിക്കുക. അങ്ങനെ വന്നാൽ ഓരോ പദത്തിൻ്റെ പ്രയോഗത്തിലും നിങ്ങൾക്ക് ശാസ്ത്രീയമായ അവസ്ഥകൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഇവിടെ പേടിക്കുന്നതായ അവസരത്തിൽ മനുഷ്യ ഹൃദയമാകുന്നത് തൊണ്ടക്കുഴിയുടെ അവസ്ഥയിലേക്ക്, തൊണ്ടക്കുഴിയുടെ അറ്റത്തേക്ക് എത്തുകയും അവന് ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയാതെ മരണത്തിനോടടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന പ്രയോഗത്തിന് മഹാന്മാരായ ഭാഷാ പണ്ഡിതന്മാർ വിവരിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ദേഷ്യമുണ്ടാകുമ്പോൾ അവൻ്റെ ഹൃദയം അതാ വേഗത്തിലാവുകയാണ്, നിയന്ത്രിക്കാൻ കഴിയാത്തതാവുകയാണ്, കുത്തി ഒലിക്കുകയാണ്. ഇത് ദേഷ്യം പിടിക്കുന്ന അവസരത്തിലാണെങ്കിൽ വഇന്ദൽ ഖൗഫി, പേടിക്കുന്ന അവസരത്തിൽ അവയവങ്ങൾ മുഴുവനും അതാ കൂടിച്ചേരുകയാണ്, ചുരുങ്ങുകയാണ്. ഫയൽതസിഖുൽ ഖൽബ്, അപ്പോൾ ഹൃദയം അതാ കൂടിച്ചേരുന്നു, ഒട്ടിപ്പിടിക്കുന്നു. ബിൽ ഹൻജറത്തി, അതാ തൊണ്ടക്കുഴിയുടെ അവസാനത്തിനോട്. വഖദ് യുഫ്ദി ഇലാ അൻ യസുദ്ദ മജ്റൻ നഫസ്, ശ്വാസനാളത്തിന് തടസ്സം നേരിടുന്നതായ രൂപത്തിൽ. ലാ യഖ്ദുറുൽ മർഅ, പേടിയുണ്ടാകുന്ന അവസരത്തിൽ മനുഷ്യൻ്റെ അവയവങ്ങൾ കൂടിച്ചേരുന്നു. ആ കൂടിച്ചേരലാകുന്നത് ശ്വാസനാളത്തിന് തടസ്സമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ലാ യഖ്ദുറുൽ മർഉ യതനഫസ്, മനുഷ്യന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. വയമൂത്തു മിനൽ ഖൗഫി, മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതായ പ്രയോഗത്തിലേക്ക് സൂചനയാണ് വബറഅത്തിൽ ഖുലൂബുൽ ഹനാജിർ, ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്നും വലയം ചെയ്തതായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബത്തുൽ കിറാം, ആ സ്വഹാബത്തുൽ കിറാമിന് ഉണ്ടായതായ അവസ്ഥയാണ് പരിശുദ്ധ ഖുർആനിൽ കൂടെ സൃഷ്ടാവായ അല്ലാഹു തആല വിവരിക്കുന്നു. സൃഷ്ടികൾക്കുണ്ടായതായ ആ സംഭവം എന്തായിരുന്നു എന്ന് അതിൻ്റെ യഥാർത്ഥ രൂപം ഉടമസ്ഥനായ അല്ലാഹു തആല വിവരിച്ചു തരികയാണ്. വബറഅത്തുൽ ഖുലൂബുൽ ഹനാജിർ, പേടി കാരണമായിട്ട് നിങ്ങളുടെ അവയവങ്ങൾ കൂടിച്ചേരുകയും ആ കൂടിച്ചേർന്നതായ അവസരത്തിൽ മനുഷ്യ ഹൃദയമാകുന്നത് അതാ മേൽപോട്ടുയർന്നിരിക്കുന്നു, അവൻ്റെ തൊണ്ടക്കുഴിയുമായിട്ട് അതാ ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ശ്വാസം തടസ്സമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ ഫലൗലാ ഇദാ ബറഅത്തുൽ ഹുൽഖൂം എന്ന് സൂറത്തുൽ വാഖിഅയിൽ വിശദീകരിച്ചതുപോലെ ധാരാളം വിശദീകരിക്കാനുണ്ട്. സൂറത്ത് ഈ ആയത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 10-ാമത്തെ ആയത്തിന്റെ തഫ്സീർ റാസി പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടത് വെറും പരിഭാഷയിൽ കൂടിയല്ല, പരിഭാഷയാകുന്നത് ഒരു പദത്തിൻ്റെ സ്വരീഹായ അർത്ഥം മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഓരോ പദത്തിൻ്റെയും സ്വരീഹായ അർത്ഥത്തിന് പുറമേ തന്നെ അതിൻ്റെ കിനായിയായ ലക്ഷണാലങ്കാരം, സൂചന നൽകുക, അലങ്കാര പ്രയോഗമാകുന്ന കിനായിയായ അർത്ഥം എന്താണ്, ചില സ്ഥലത്ത് തഅരീദ് നിലയ്ക്കുള്ള അർത്ഥം എന്താണ്, ഇവകളെല്ലാം കൂടി പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ എന്താണെന്ന് മനസ്സിലാകുന്നത്. ഈ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആൻ അത് മാനവികതയാണ്, ഖുർആൻ നാഗരികതയാണ്, ഖുർആൻ ഒരിക്കലും തന്നെ വൈരുദ്ധ്യങ്ങളില്ല എന്ന് കണ്ടെത്താൻ കഴിയും. ആ രൂപത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ഖുർആൻ വിമർശകർ തയ്യാറാവുകയും ആ രൂപത്തിൽ പഠിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ പഠിച്ചതിന്
ശേഷം ഖുർആൻ വിമർശകർ അറബി ഭാഷയുടെ എല്ലാ ശാഖകളും മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിൻ്റെ ഓരോ പ്രയോഗങ്ങളും, ഖുർആനിൻ്റെ കാഫിൻ്റെ അർത്ഥം എന്താണ്, ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാവിൻ്റെ അർത്ഥം എന്താണ്, ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫാഇൻ്റെ അർത്ഥം എന്താണ്, ഇവകൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഈ ഖുർആനാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദിവ്യത്വമായിട്ട് മുഅ്ജിസത്തായിട്ട് ഇറക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വതളുന്നൂന ബില്ലാഹി ളുനൂന, നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഭാവനകൾ ഭാവിച്ചിരുന്നു. എന്താണ് ആ ഭാവന? അന്ന് ആ ഖന്തഖ് യുദ്ധം നടക്കുന്നതായ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉള്ളതായ സ്വഹാബത്തുൽ കിറാം പല ഭാഗത്തു നിന്നും ശത്രുക്കൾ വലയം ചെയ്തതായ അവസരത്തിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് വിവരിക്കുകയാണ്, അവരുടെ ശാരീരികാവസ്ഥ എന്തായിരുന്നു എന്ന് വിവരിക്കുകയാണ്, അവരുടെ ഭാവനകൾ എന്തായിരുന്നു. അതേവ തളുന്നൂന, നിങ്ങൾ ഭാവിച്ചു, ബില്ലാഹി ഉടമസ്ഥനായ റബ്ബിനെ സംബന്ധിച്ച് അദ്ദുനൂനൻ മുഖ്തലിഫൻ, വ്യത്യസ്തമായ ഭാവനകൾ. ലന്നൽ മുനാഫിഖൂൻ, കൂടെയുണ്ടായിരുന്ന കപടവിശ്വാസികൾ ഭാവിച്ചു, അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബഹു, അള്ളാഹുവിൻ്റെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളും അവിടുത്തെ സ്വഹാബത്തുൽ കിറാമുൻ യുസ്തഅ്സലൂൻ, അവരെ ഉന്മൂലനം ചെയ്യപ്പെടുമെന്നാണ് അതാ കൂടെയുണ്ടായിരുന്ന കപടവിശ്വാസികൾ വിശ്വസിച്ചത്, ഭാവിച്ചത്. ആ ഭാവന അല്ലാഹു തആല അവരുടെ മാനസികാവസ്ഥ അവർ കരുതിയതിനെ തുറന്നു കാട്ടുകയാണ്. വായക്കനൽ മുഅ്മിനൂൻ, നേരെ മറിച്ച് അചഞ്ചലമായ വിശ്വാസമുടയവരെ സൂറത്തുൽ അഹ്സാബിലെ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞതായ അല്ലാഹുവിനെ മാത്രം സൂക്ഷിക്കുന്നവര്, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നവർ, ആ മുഅ്മിനീങ്ങൾ ഉറപ്പിച്ച് അന്നമാ വഅദഹുമുല്ലാഹു ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉള്ളതാണ്, അത് സംഭവിക്കുന്നതാണ്. വ അന്നഹു, തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സയൽഹറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ പ്രസ്ഥാനത്തിനേക്കാളും തല ഉയർത്തി നിൽക്കുന്നതാണ്. ആരൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ വിമർശകരായിട്ട് വന്നാലും പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഫാഇനെ തൊടാൻ കഴിയുകയില്ല, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു അവ്വിനെ തൊടാൻ കഴിയുകയില്ല, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാഫിനെ തൊടാൻ കഴിയുകയില്ല. അതിൻ്റെ ഹഖീഖത്ത് മാഹിയത്ത് ഹുവിയത്ത് മാത്രം നിങ്ങൾ വിശദീകരിക്കുവാനായിട്ട് അറബി ഭാഷയുടെ വിവിധങ്ങളായ ശാഖയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഖുർആൻ വിമർശകർ മുഴുവനും ഖുർആന്റെ മുന്നിൽ മുട്ടുമടക്കുകയാണ് ചെയ്ത ചരിത്രമാണുള്ളത്. അത് തന്നെ ഇനിയും ഭാവിയിൽ സംഭവിക്കുന്നത്. വലൗ കരിഹൽ മുശ്രികൂൻ സൂറത്ത് തഫ്സീർ തബരി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ വിശദീകരണം കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നാം സൂറത്തുൽ അഹ്സാബിലെ 10-ാമത്തെ ആയത്തിൽ പ്രയോഗിച്ച മിൻ ഫൗഖിക്കും വ മിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ മുകൾ ഭാഗത്തിൽ കൂടെയും നിങ്ങളുടെ താഴ്ഭാഗത്തിൽ കൂടെയും എന്ന പ്രയോഗമാകുന്നത് കിനായത്തുൻ, അത് ലക്ഷണാലങ്കാരമാണ്. അനിൽ ഇഹാത്തത്തി മിൻ ജമീഅൽ ജവാനിബി, എല്ലാ ഭാഗത്തിൽ കൂടി ശത്രുക്കൾ വലയം ചെയ്തതിനെ പറ്റിയിട്ടുള്ള പ്രയോഗമാണ് നിങ്ങളുടെ മുകൾ ഭാഗവും നിങ്ങളുടെ താഴ്ഭാഗവും. എന്നതുപോലെ തന്നെ വബറഅത്തുൽ ഖുലൂബുൽ ഹനാജറ, ഖുർആനിൻ്റെ പ്രയോഗത്തിനെ പറ്റി മനസ്സിലാക്കി തരികയാണ്. വെറും ബാഹ്യാർത്ഥം മാത്രം വായിച്ചുകൊണ്ട് ഖുർആൻ എന്താണ്, ശാസ്ത്രീയതയില്ലാത്തതാണ്. ഖുർആനിൽ എന്താണ്, അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമില്ലാത്തതാണ്. ഖുർആൻ പറയുന്ന ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മൾ വെറും മലയാള ഭാഷ വായിച്ചു നോക്കിയപ്പോൾ ഖുർആനിൽ ഒരു ദൃഷ്ടാന്തവും കാണുന്നില്ല. വബറഅത്തുൽ ഖുലൂബുൽ ഹനാജറ എന്ന പ്രയോഗം മാത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഒരു മനുഷ്യൻ ഭയപ്പെടുന്നു, കാഠിന്യമായ രൂപത്തിൽ പേടിക്കുമ്പോൾ ആ പേടിക്കുന്ന മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥ എന്താണ്, അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഒരു മനുഷ്യൻ ഭയപ്പെടുന്ന അവസരത്തിലുള്ള ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും എന്താണ് എന്നാണ് ബറഅത്തുൽ ഖുലൂബുൽ ഹനാജറ. ആ അവസരത്തിൽ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയുടെ അറ്റത്തേക്ക് എത്തുക എന്ന പ്രയോഗം പഠിപ്പിച്ചു തരുന്നത് ഇത് കിനായത്തുൻ അൻ ഗായത്തി ശിദ്ദത്തി, അങ്ങേ അറ്റമുള്ളതായ വർണ്ണിക്കാൻ കഴിയാത്ത ഭയപ്പാടിനെ സംബന്ധിച്ചുള്ള ലക്ഷണാലങ്കാരമാണ്. അപ്പോഴതാ ഇന്ന് ഉസ്താദ് കിനായത്തിനെ സംബന്ധിച്ച് താരീദിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. നാം മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ട് മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഈ വിമർശകർക്ക് മുന്നിൽ എന്താ മറുപടിയുമായിട്ട് വരാത്തത്? കാരണം മറുപടിയുമായിട്ട് വരണമെങ്കിൽ ഖുർആൻ പഠിക്കുന്ന അവസരത്തിൽ ഖുർആനിനെ സംബന്ധിച്ച് ഏത് വിഷയത്തെ സംബന്ധിച്ച് തർക്കിക്കുമ്പോഴും മുനാദറയുണ്ട്, മുജാദലയുണ്ട്, മുക്കാബറയുണ്ട്. അതിൽ നിന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിച്ചു കൊടുത്തതും മുനാദറയാണ്. മുനാദറ നടത്തണമെങ്കിൽ അതിനുള്ളതായ നിബന്ധനകളുണ്ട്. പരസ്പരം അതാ വാദപ്രതിവാദം നടത്തണമെങ്കിൽ പരസ്പരം നടക്കുന്ന വാദപ്രതിവാദം അതാ ഈ വിഷയം 3ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മുനാദറ എന്നതായ ഒരു പ്രയോഗമുണ്ട്, മുജാദല എന്ന പ്രയോഗമുണ്ട്, മുക്കാബറ എന്ന പ്രയോഗമുണ്ട്. മുനാദറയാണ് അനുവദിക്കപ്പെട്ടത്. അനുവദിക്കപ്പെട്ട മുനാദറയുടെ നിബന്ധന ഒത്തതായ സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടാണ്. അനുവദിക്കപ്പെട്ട മുനാദറ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസിൻ്റെ അവസാനത്തിൽ പറയാം. ഇനി എന്താണ് കിനായത്ത് എന്നതിലേക്ക് കടക്കാം. ഈ ആയത്തിൽ മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും എന്നുള്ള സ്ഥലത്ത് കിനായത്തുണ്ടെന്ന് പറഞ്ഞു. ബറഅത്തുൽ ഖുലൂബുൽ ഹനാജിറ എന്നത് കിനായത്തെന്ന് പറഞ്ഞു. എന്താണ് കിനായത്ത്? മലയാളാർത്ഥത്തിൽ പറയുന്ന അവസരത്തിൽ ലക്ഷണാലങ്കാരം എന്ന് പറയാം. ഈ ലക്ഷണാലങ്കാരം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായത്? ഇതുപോലെയാണ് ഖുർആന്റെ പരിഭാഷ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കിനായത്ത് എന്ന പ്രയോഗമുണ്ട്. വബറഅത്തുൽ ഖുലൂബുൽ ഹനാജിറ എന്നത് കിനായത്താണ്. മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും എന്നത് കിനായത്താണ്. കിനായത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ലക്ഷണാലങ്കാരമാണ്. ഈ ലക്ഷണാലങ്കാരം എന്നതിനെ സംബന്ധിച്ച് എന്നതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? അപ്പോൾ ഓരോ വസ്തുവിൻ്റെയും അതിൻ്റെ ഹഖീഖത്ത്, മാഹിയത്ത്, ഹുവിയത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ പദങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് ഓരോ വിഷയത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തേണ്ടത്, പഠിക്കേണ്ടത്. കിനായത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ ഒരു പദമാണ്. ഉസ്തുഅമില ഫീ മഅനാഹു അതിൻ്റെ യഥാർത്ഥ മഅനയിൽ ഉപയോഗിക്കപ്പെട്ട പദമാണ്. ഓരോ പദത്തിനും ഹഖീഖിയ അർത്ഥമുണ്ട്, മജാസിയ അർത്ഥമുണ്ട്, ഒന്നാം അർത്ഥമുണ്ട്, രണ്ടാം അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു പദത്തിന് അതിൻ്റെ ഒന്നാം അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട് മുറാദം മിൻഹു എന്നിട്ട് ആ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ലാസിമുൽ മഅന, ആ പറഞ്ഞതായ അർത്ഥമല്ല ഉദ്ദേശിച്ചത്, അതിൽ നിന്നും നിർബന്ധമാകുന്ന മറ്റൊരർത്ഥമാണ്. നിങ്ങളുടെ മുകളിൽ കൂടെയും താഴെ കൂടെയും സൈന്യങ്ങൾ വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എല്ലാ ഭാഗത്തിൽ കൂടെയും സൈന്യങ്ങൾ വന്നു എന്നാണ്. നിങ്ങളുടെ ഹൃദയമാകുന്നത് തൊണ്ടക്കുഴിയുടെ അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഭയപ്പാട്, പേടി കാരണമായിട്ട് നിങ്ങളുടെ അവയവങ്ങൾ മുഴുവനും അത് ചുരുങ്ങുകയുണ്ടായി. ആ ചുരുങ്ങിയത് കാരണമായിട്ടതാ ശ്വാസനാളം വരെ ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ശ്വാസം ഇറക്കാൻ കഴിയാത്തതായ അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് കിനായത്ത് എന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പദത്തിന് അതിൻ്റെ ഒന്നാം അർത്ഥത്തിൽ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടാം അർത്ഥത്തിന് ഉദ്ദേശിക്കുകയും ചെയ്യുക. ഇതിനാണതാ എന്തെന്ന് പറയുന്നത്? കിനായത്തെന്ന് പറയുന്നത്. ഈ കിനായിയായ പ്രയോഗം ഒരു പദം നിങ്ങളുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും എന്ന അർത്ഥത്തിന് ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ഭാഗത്തിനെയും വരെയും ചെയ്യുന്നതാണ് എന്ന അർത്ഥവും കൂടി ഉദ്ദേശിക്കാൻ പറ്റുന്നതാണ്. പദത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വീക്ഷണം നാം മനസ്സിലാക്കുക. അൽ-ലഫ്ളു ഖുർആനിൽ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഇമ്മാ ഹഖീഖത്തുൻ ഒന്നിരിക്കൽ അതിൻ്റെ ഹഖീഖിയായ ഒന്നാം അർത്ഥത്തിൽ ഉപയോഗിക്കാം, ഔ മജാസുൻ അല്ലെങ്കിൽ രണ്ടാം അർത്ഥത്തിൽ ഉപയോഗിക്കാം, ഔ ഹഖീഖത്തും വ മജാസുൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നാം അർത്ഥം രണ്ടാം അർത്ഥം എന്ന് പറയുന്നത്. ഒരു പദത്തിന് അറബികൾ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച ഒന്നാം അർത്ഥത്തിൻ്റെ മേൽ ഉപയോഗിക്കാം. അതേ അറബികൾ തന്നെ അലങ്കാര പ്രയോഗമായിട്ട് ഉപയോഗിച്ചതായ രണ്ടാം അർത്ഥത്തിനും ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഒന്നാം അർത്ഥത്തിലും രണ്ടാം അർത്ഥത്തിനും ഉപയോഗിക്കാം. പക്ഷേ ഒന്നാം അർത്ഥത്തിലും രണ്ടാം അർത്ഥത്തിനും ഉപയോഗിക്കുമ്പോൾ ബിഅ്തിബാറൈനി രണ്ട് ശൈലികളുടെ അടിസ്ഥാനത്തിലാണ്. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഒരു ഖുർആനിൽ അല്ലെങ്കിൽ ആ ഹദീസിൽ പറയുന്ന ഒരു പദം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാം അർത്ഥത്തിനെ ഉദ്ദേശിക്കാം, രണ്ടാം അർത്ഥത്തിനെ ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ ഒന്നാം അർത്ഥത്തിനെയും രണ്ടാം അർത്ഥത്തിനെയും ഉദ്ദേശിക്കാം. പക്ഷേ അത് രണ്ട് ശൈലിയിൽ കൂടിയാകും. എന്ന് പറഞ്ഞാൽ
ഹക്കീക്കിയായ പ്രയോഗമുണ്ട്, മജാസിയായ പ്രയോഗമുണ്ട്. ചില സന്ദർഭത്തിൽ ഹക്കീക്കത്തിനെയും മജാസിൻ്റെ മേലും അറിയിക്കും. ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അസദ് എന്ന പദം, ഒരാൾ അസദ് എന്ന് പറഞ്ഞ് സിംഹം, അസദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശമാകുന്നത് 4 കാലും വാലുമുള്ളതായ അൽ ഹയവാനിൽ മഅറൂഫി, സാധാരണ നാം സിംഹം എന്ന് പറയുന്നതിന് അസദ് എന്ന് ഉപയോഗിക്കും. ഇത് ഒന്നാം അർത്ഥമാണ്. വഖദ് യകൂനു, ചിലപ്പോൾ അസദ് എന്ന സിംഹം എന്ന പദത്തിന് ഉപയോഗിക്കും. മജാസൻ രണ്ടാം അർത്ഥമായിട്ടത് ഉപയോഗിക്കും. രണ്ടാം അർത്ഥം ഏതാണ്? കയ്യത്തിലാക്കിഹി അല ശുജാഇ, ധീരനായ പോരാളിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചും അസദ് എന്ന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അസദ് എന്ന പദത്തിന് ഹക്കീക്കിയായ അർത്ഥമുണ്ടായി, മജാസിയായ അർത്ഥമുണ്ടായി. വഖദ് യകൂനു ഹഖീഖത്തൻ വ മജാസൻ, ചിലപ്പോഴൊരു പദത്തിന് ഒന്നാം അർത്ഥവും രണ്ടാം അർത്ഥവും ബിഅ്തിബാറൈനി, രണ്ടും എന്താണ്? 2 ശൈലി, 2 പ്രയോഗത്തിൽ കൂടിയാകും. ഈ ശൈലി മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥം വയ്ക്കേണ്ടത്. അല്ലാതെ വെറും പരിഭാഷയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ ഖുർആൻ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നത് അറബി സാഹിത്യത്തിലുള്ള ഖുർആനാണ്. ആ അറബി സാഹിത്യത്തിൽ കൂടി ഖുർആനിൻ്റെ വൈരുദ്ധ്യം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ഖുർആൻ വിമർശകരോട് നമുക്ക് ചോദിക്കാനുള്ളത്. അറബി സാഹിത്യം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലുള്ളതായ വൈരുദ്ധ്യം നിങ്ങൾ തുറന്നു കാണിക്കുവീൻ. ഏതുപോലെ 2 അത്തിബാർ, 2 ശൈലിയിലായിട്ട് ഹഖീഖത്തും മജാസും ഒന്നാം അർത്ഥവും രണ്ടാം അർത്ഥവും ഉപയോഗിക്കുന്നത്. ദാബത്തി എന്ന പദം എടുക്കുക. ദാബത്തി എന്ന പദത്തിന് ഇൻസാൻ, മനുഷ്യർക്കും ദാബത്ത് എന്ന് പറയുന്നതാണ്. ഫഹിയ ഹഖീഖത്തുൻ, മനുഷ്യർക്ക് ദാബത്ത് എന്ന് പറയുക. ദാബത്ത് എന്ന പദത്തിന് മനുഷ്യർ എന്ന അർത്ഥം ഉദ്ദേശിക്കലാകുന്നത് അത് ഒന്നാം അർത്ഥമായി പരിഗണിക്കും. ബിഅ്തിബാരില്ലു അത്ത്, ഭാഷാ പണ്ഡിതന്മാരുടെ ലുഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നേരെ മറിച്ച് വമജാസും ബിഅ്തിഫാരിൽ ഉർഫ്, ഭാഷയിൽ മനുഷ്യർക്കും ദാബത്ത് എന്ന് പറയുമെങ്കിലും സാധാരണ ഉർഫ് എടുത്തു നോക്കിയാൽ സാധാരണ പ്രയോഗമനുസരിച്ച് ദാബത്ത് എന്ന് മനുഷ്യർക്ക് ഉപയോഗിക്കാറില്ല. കാരണം ദാബത്ത് എന്ന പദമാകുന്നത് ഫില്ലു അത്തെ, ഭാഷയിൽ കൊല്യമായ ദിബ്വാരല്ലർദ്, ഭൂമിയിൽ സഞ്ചരിക്കുന്ന, ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ദാബത്ത് എന്ന് ഭാഷാപരമായിട്ട് പറയുമെങ്കിലും വഹസ്സഹൽ ഉർഫുൽ ആം, അതാ പൊതുവായ പ്രയോഗം ബിദവാത്തിൽ ഹവാഫിര്, കുളമ്പുടയതായ ജീവികൾക്കാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉസൂലിൻ്റെ കിതാബാകുന്ന ജംഅൽ ജവാമി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ പദങ്ങളുടെ ഹക്കീക്കിയായ പ്രയോഗം എന്താണ്, മജാസിയായ പ്രയോഗം എന്താണ്, ഹക്കീക്കത്തിലും മജാസിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ ശൈലികൾ പഠിച്ചുകൊണ്ടാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത്. ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള നിദാന ശാസ്ത്രമാകുന്ന ഉസൂലാണ് ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇവകളൊന്നും എന്താണെന്ന് മനസ്സിലാക്കാതെ വെറും പരിഭാഷകൾ മാത്രം വായിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെയും ഖുർആൻ ഇറക്കപ്പെട്ടതായ രക്ഷിതാവായ അല്ലാഹുവിനെയും ഖുർആൻ ഇറക്കപ്പെട്ടത് ആരുടെ മേലാണ്, ആ പ്രവാചകരുടെ നുബുവത്തിനെയും നിഷേധിക്കുന്നതായ യുക്തിവാദികളോട് നിങ്ങൾ ഖുർആൻ പഠിക്കേണ്ട രൂപത്തിലാണ് പഠിക്കേണ്ടത്, പരിഭാഷയിൽ കൂടിയല്ല പഠിക്കേണ്ടത്. പൊതുതത്വം പഠിപ്പിക്കുകയാണ്. ഹഖീഖിയായ ഒരു പദത്തിൻ്റെ അർത്ഥം ശർഈയായ ഹഖീഖിയായ അർത്ഥവും അതുപോലെ തന്നെ ഉർഫിയായ അർത്ഥവും ലുഅവിയായ അർത്ഥവും തമ്മിൽ വൈരുദ്ധ്യമായാൽ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പദം, ആ പദത്തിന് ഏതർത്ഥമാണ് വയ്ക്കേണ്ടത്? സുമ്മഹുവ, ഖുർആനിൻ്റെ പദങ്ങൾ മഹ്മൂലൻ, അത് ചുമത്തപ്പെടേണ്ടതാണ്. അലാ ഉർഫിൽ മുഹാത്തിബ്, അതേ മുഹാത്തിബിൻ്റെ ശൈലി അനുസരിച്ച് അബദൻ, എല്ലാ സമയത്തും. പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്ന ഓരോ പദത്തിനും അർത്ഥം കണ്ടെത്തേണ്ടത് ഫഫി ശർഇ, ശർഇയായ പദത്തിൽ ശർഇയായ അർത്ഥമാണ് മാനദണ്ഡമാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിന് അർത്ഥം വയ്ക്കുമ്പോൾ ആ ഖുർആനിന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അർത്ഥമാണ് വയ്ക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം കണ്ടെത്താൻ കഴിയുകയില്ല. പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ട ശൈലി താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തൻ്റെ ജംഅൽ ജവാമിഅൽ പറയുകയാണ്. സുമ്മഹുവ പദമാകുന്നത് മഹ്മൂലൻ ചുമത്തപ്പെടേണ്ടതാണ്. അലാ ഉർഫിൽ മുഹാത്തിബ്, സംസാരിക്കുന്ന വ്യക്തിയുടെ ഭാഷയുടെ മേൽ,
അബദൻ എല്ലാ സമയത്തും. അപ്പോൾ ശർഇന്റെ വീക്ഷണത്തിൽ ഒരു പദത്തിനെ ചുമത്തപ്പെടേണ്ടത് ശർഇയായ അർത്ഥമാണ്. സംസാരിക്കുന്നത് ശർഇന്റെ നിയമമനുസരിച്ചായിരിക്കും. അങ്ങനെ ശർഇയായ അർത്ഥം കണ്ടെത്തൽ അസാധ്യമാകുന്ന അവസരത്തിൽ സുമ്മൽ ഉർഫിയുൽ ആം, പൊതുവായിട്ട് ഈ പദത്തിന് എല്ലാവരും ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ് എന്നതിലേക്ക് കടക്കേണ്ടതാണ്. അതിനും അസാധ്യമാകുമ്പോഴാണ് സുമ്മല്ലു അവിയ, ഭാഷാപരമായ അവിയായ അർത്ഥത്തിലേക്ക് നാം മടങ്ങേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലായോ? അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഖുർആനിന് വിശദീകരണമായി നൽകിയതായ ഹദീസ്, ഇത് രണ്ടിൻ്റെയും അർത്ഥം മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് ഈ പദത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അർത്ഥം എന്താണ്, അത് കണ്ടെത്താൻ കഴിയാത്ത അവസരത്തിൽ എല്ലാവരും ഉപയോഗിച്ചതായ അർത്ഥം എന്താണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അറബി സാഹിത്യകാരന്മാരാകുന്ന ഉർഫ് ആം ഉപയോഗിച്ചതായ അർത്ഥം. ഇത് രണ്ടും കണ്ടെത്താൻ കഴിയാത്ത അവസരത്തിലാണ് അറബി ഭാഷയിലുള്ള ലുഅത്തിലേക്ക് മടങ്ങേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഈ വിഷയം ചുരുക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ളതായ നിദാന ശാസ്ത്രം ഉസൂല്. അല്ലഫദൊരു പദം, യൻകസിമു ഓഹരിയാകും, ഇലാ സ്വരീഹിൻ, ഖുർആനിലും ഹദീസിലും പറയുന്ന ഒരു പദം ഇലാ സ്വരീഹിൻ, വ്യക്തമായ പദമുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം വ്യക്തമാണ്, കലർപ്പില്ലാത്തതായ നസ്സായ അർത്ഥമുണ്ട്. വക്കിനായത്തൻ, ലക്ഷണാലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗമുണ്ട്. വത്തഅരീദൻ, തഅരീലായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. ഈ മൂന്ന് ശൈലിയിൽ നിന്നും പരിഭാഷക്കാർക്ക് വെറും സ്വരീഹായ അർത്ഥം മാത്രമാണ് നൽകാൻ കഴിയുന്നത്. അതുകൊണ്ട് പരിഭാഷയിൽ കൂടിയുള്ള പഠനം പരിശുദ്ധ ഖുർആന്റെ പരിപൂർണമായ പഠനമല്ല. പരിപൂർണമായ പഠനമല്ലാത്തതുകൊണ്ട് പരിഭാഷ മാത്രം വായിച്ചുകൊണ്ട് ഖുർആൻ വിമർശിക്കാൻ കഴിയുകയില്ല. ആ വിമർശനമാകുന്നത് നിങ്ങളുടെ അല്പത്തരം കൊണ്ട് മാത്രമാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഖുർആനിൻ്റെ പദങ്ങൾ, ഹദീസിൻ്റെ പദങ്ങൾ, സ്വരീഹായ പദമുണ്ട്, കിനായിയായ പദമുണ്ട്, തഅരീൽ എന്ന നിലയ്ക്കുള്ള പദമുണ്ട്. കാരണം ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ ഖുർആൻ കേട്ടതായ മുഹാത്തബീങ്ങളായ അന്നത്തെ സാഹിത്യകാരന്മാർ അവർ ഉപയോഗിച്ച ശൈലിയാണ് മൂന്ന് ശൈലിയും. അപ്പോൾ ഖുർആൻ ഇറങ്ങുമ്പോൾ, സാഹിത്യകാരന്മാരെ വെല്ലുവിളിക്കുന്ന ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആൻ്റെ പദങ്ങൾ മുഴുവനും എല്ലാവർക്കും വ്യക്തമാകുന്നതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമാകുന്നതെങ്കിൽ പിന്നെ മാഷന്മാരുടെ ആവശ്യമുണ്ടോ? നാം ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ മുഹാത്തബീങ്ങൾ ഉപയോഗിച്ച ശൈലിയാണ് സ്വരീഹായ ശൈലിയുണ്ട്, കിനായിയായ ശൈലിയുണ്ട്, തഅരീൽ എന്ന നിലയ്ക്കുള്ള ശൈലിയുണ്ട്. ഈ മൂന്ന് ശൈലിയും പരിഭാഷപ്പെടുത്താൻ പറ്റുകയില്ല. എന്തേ കിനായത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ലഫ്ദുൻ ഉസ്തുഅമില ഫീ മഅനാഹു, ഒന്നാം അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട പദമാണ്. മുറാദം മിൻഹു ലാസിമു മഅനാഹു, രണ്ടാം അർത്ഥം കൂടി ഉദ്ദേശിക്കാൻ കഴിയും. നമുക്കൊരു നാടൻ ഉദാഹരണം എടുക്കാം. ഫൈദാ കുൽത്ത, നീ പറഞ്ഞു, സയ്യിദുൻ കസീറുർ റമാദി, സയ്യിദ് എന്ന് പറയുന്ന കൂട്ടുകാരൻ, കസീറുർ റമാദി, അവൻ്റെ വീട്ടിൽ ധാരാളം ചാരമുണ്ട്, ധാരാളം വിറക് കത്തിച്ചതായ ചാരമുണ്ട്. ഫൈൻ അറത്ത മഅനാഹു, ധാരാളം വിറക് കത്തിക്കും, ആ വിറക് കത്തിച്ച ചാരമുണ്ട്. ഇന്നിപ്പോൾ വിറകില്ലല്ലോ ഉസ്താദ്, അപ്പം ധാരാളം ഗ്യാസ് ചിലവഴിക്കുന്നതായ വീടാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇസ്തഫാദ മിൻഹു അൽ കറമ, മൂപ്പര് സൽക്കാരപ്രിയനാണ്, ഔദാര്യ മനസ്ഥിതി ഉള്ളവനാണ്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ വീട്ടിൽ ചാരം കൂടുതലാണ്. ചാരം കൂടുതലാണെന്ന അർത്ഥം ഉദ്ദേശിക്കലോടുകൂടി തന്നെ സൽക്കാരപ്രിയനാണെന്ന രണ്ടാമത്തെ അർത്ഥം കൂടി ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഒന്നാം അർത്ഥവും ആ ഒന്നാം അർത്ഥത്തിൽ നിന്നും മനസ്സിലാക്കുന്ന രണ്ടാം അർത്ഥമാണ് ഈ പറഞ്ഞ രണ്ട് ശൈലിയാണ് കിനായത്ത്. ഈ കിനായത്ത് നിരക്കുള്ളതായ ശൈലിയാണ് സൂറത്തുൽ അഹ്സാബിലെ 10-ാമത്തെ ആയത്തിൽ, നിങ്ങളുടെ മുകൾ ഭാഗത്തിൽ കൂടെയും നിങ്ങളുടെ താഴ്ഭാഗത്തിൽ കൂടെയും ശത്രുക്കൾ നിങ്ങളെ സമീപിച്ചു
സമീപിച്ചതായ സമയമെന്ന് പറഞ്ഞത് അത് കിനായത്താണ്. ഒന്നാം അർത്ഥവും ഉദ്ദേശിക്കാം, രണ്ടാം അർത്ഥവും ഉദ്ദേശിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയുടെ അറ്റത്തേക്ക് എത്തിയത് എന്നതും കിനായത്താണ്. ഒന്നാം അർത്ഥവും ഉദ്ദേശിക്കാം, രണ്ടാം അർത്ഥവും ഉദ്ദേശിക്കാം. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഓരോ പ്രയോഗങ്ങളും മനസ്സിലാക്കുമ്പോൾ ഖുർആൻ വൈരുദ്ധ്യമല്ല. ഇനി തഅരീൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്, സൂചിപ്പിച്ചു പറയുക. എന്തേ തഅരീൽ എന്ന് പറഞ്ഞാൽ? ലഫ്ളൻ ഒരു പദമാണ്, ഉസ്തുഅമില പദത്തിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഫീ മഅനാഹു അതിൻ്റെ ഒന്നാം അർത്ഥമാകുന്ന ഹഖീഖിയ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ലിയുലവ്വഹ വെളിവാക്കപ്പെടുന്നതിന് വേണ്ടി ബിഗൈരിഹി ഒരു പദത്തിനെ ഉപയോഗിച്ചു അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും പക്ഷേ ഉദ്ദേശിക്കപ്പെട്ടതിൽ യുലവ്വഹ ബിഗൈരിഹി മറ്റൊരർത്ഥത്തിനെയാണ് വെളിവാക്കപ്പെടുന്നതിന് വേണ്ടി. ഒരു പദത്തിനെ ഉപയോഗിച്ചിരിക്കുന്നു, അതിൻ്റെ ഒന്നാം അർത്ഥത്തിനെ വെളിവാക്കുന്നു, അതോടൊപ്പം തന്നെ മുറാദ് വേറൊരു അർത്ഥത്തിനെ വെളിവാക്കി കൊടുക്കുന്നു. ഇതിനാണ് തഅരീൽ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ തഅരീൽ എന്താണെന്ന് മനസ്സിലാക്കാത്തവർ, കിനായത്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തവർ, സരീഹ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാകുന്ന അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നതായ ഖുർആനിനെ വെല്ലുവിളിക്കുന്നത്. അവരുടെ വിവേകമില്ലായ്മ, അറിവില്ലായ്മ എത്രത്തോളമാണെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. തഅരീലിൻ്റെ ഉദാഹരണം സൂറത്തുൽ അംബിയ 63-ാമത്തെ ആയത്ത്, ബൽ ഫഅലഹു കബീറുഹും ഹാദാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നതിന് ശേഷം അവർ ചോദിച്ചു, ഈ ചെറിയ ചെറിയ വിഗ്രഹങ്ങളെല്ലാം തച്ചു തകർത്തത് ആരാണ്? വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിനായിട്ട് ഈ പറഞ്ഞതായ മഴുവിനെ അണിയിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ബൽ ഫഅലഹു ഈ ചെയ്ത് പ്രവർത്തിച്ചു, കബീറുഹും ഹാദാ ഈ നിൽക്കുന്ന വലിയവർ പ്രവർത്തിച്ചു, വലിയ വിഗ്രഹമാണ് പ്രവർത്തിച്ചതെന്ന് ഹഖീഖിയ മഅന ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? ലിയുലവ്വഹ വെളിവാക്കപ്പെടുന്നതിന് വേണ്ടി ബിഗൈരിഹി. ഇതിന് തഅരീൽ എന്ന് പറയും. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കളവല്ല പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ്? ലിയുലവ്വഹ ബിഗൈരിഹി അവരൊക്കെ വലിയ ചിന്തകന്മാരായിരുന്നു. ആ ചിന്തകന്മാരെ ചിന്തിപ്പിക്കുകയാണ് ചെയ്തത്. ഐ കബീറുൽ അസ്നാമി വളിബ വലിയ വിഗ്രഹത്തിന് ദേഷ്യമുണ്ടായി. അൻ തുഅബദ ഹാദൽ അസ്നാമു സിആർ ചെറിയ വിഗ്രഹങ്ങൾ ആരാധിക്കലിന് വലിയ വിഗ്രഹം ഇഷ്ടപ്പെട്ടില്ല. ഫകസറഹു അങ്ങനെ വലിയ വിഗ്രഹം ചെറിയ വിഗ്രഹങ്ങളെ തച്ചു തകർത്തു. ഏതുപോലെ? ഫകദാലിക അല്ലാഹു തആല യഅലബു ഇബാദത്തി മൻ ദൂനഹു ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തതായ മറ്റു വസ്തുക്കൾക്ക് ആരാധിക്കലിനെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ജംഅൽ ജവാമിഇന്റെ മറ്റൊരു ശറഹാകുന്ന ഐസുൽ ഹാമി പരിശോധിച്ചു നോക്കിയാൽ തഅരീലിന്റെ ഈ ഉദാഹരണം, അതുപോലെ തന്നെ ജംഅൽ ജവാമിന്റെ മറ്റു ശറഹുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കുന്ന ഒരു വിഭാഗം ഖുർആനിൻ്റെ സ്വരീഹായ പദം എന്താണെന്നറിയില്ല, കിനായിയായ പ്രയോഗം എന്താണെന്നറിയില്ല, തഅരീൽ എന്താണെന്നറിയില്ല. ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വാദപ്രതിവാദത്തിനെ സംബന്ധിച്ച്. 2 മിനിറ്റും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മുനാദറ, മുജാദല, മുക്കാബറ എന്ന 3 രൂപത്തിലാണ് തർക്കങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അതിൽ നിന്നും അനുവദിക്കപ്പെട്ട തർക്കമെന്ന് പറഞ്ഞാൽ മുനാലറയാണ്, വാദപ്രതിവാദം. എന്താണ് മുനാലറ എന്ന് പറഞ്ഞാൽ? തവജ്ജുഹുൽ മുത്തഹാസിമൈനി തത്തുല്യരായ 2 കക്ഷികൾ പരസ്പരം അഭിമുഖീകരിക്കലാണ്. മുത്തഹാസിമൈനി തുല്യരായ 2 കക്ഷികൾ പരസ്പരം നേരിടലാണ്. ഫീ നിസ്ബത്തി ബൈന ശൈഅൈനി 2 വസ്തുക്കളുടെ ഇടയിലുള്ള ബന്ധം. പരിശുദ്ധ ഖുർആൻ മാനവികതയാണോ അല്ലയോ? പരിശുദ്ധ ഖുർആനും മാനവികതയും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ഖുർആൻ മാനവികത എന്ന 2 വിഷയത്തിൽ, ഈ വിഷയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന ബന്ധത്തിൽ തത്തുല്യരായ 2 പേർ പരസ്പരം അഭിമുഖീകരിക്കലാണ്. ഇൽഹാറൻ ലിസ്സവാബ് ശരി എന്താണെന്ന് മറ്റുള്ള മൂന്നാമർക്ക് മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി. ഇതാണ് മുനാദറ. ഈ മുനാദറയാണ് ശറഅ് അനുവദിച്ചിട്ടുള്ളത്. ഈ മുനാദറ ശരിയാകണമെങ്കിൽ തവജ്ജുഹുൽ മുത്തഹാസിമൈനി തർക്കിക്കുന്ന 2 പേരും തത്തുല്യരായിരിക്കണം.
40 വർഷം കൊണ്ട് അറബി ഭാഷയുടെ സാഹിത്യം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരും അറബി സാഹിത്യം എന്താണെന്ന് അറിയാത്തവരും തമ്മിലുള്ളതായ അഭിമുഖീകരിക്കുന്നതിനെ സംബന്ധിച്ച് മുനാദറ എന്ന് പറയുകയില്ല. മുനാദറയുടെ നിബന്ധന നഷ്ടപ്പെടുന്ന അവസരത്തിൽ അതിന് മുജാദല വെറും തർക്കിക്കലാണെന്ന് പറയും. മുക്കാബറ വെറും എന്താണ്, ഓരോരുത്തരും അവരവർ വാദിക്കുന്നതായ വാദം ശരിയാണെന്നുള്ളതായ ദലീല് കൂടാതെ തെളിവില്ലാത്ത തർക്കങ്ങൾ മുജാദലയും മുക്കാബറയുമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഓരോ വർഷവും രംഗത്തിറങ്ങുന്ന ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ ഇവരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വാദപ്രതിവാദത്തിന് വരാത്തത് നിബന്ധന ഒത്തതായ മുനാദറയ്ക്ക് അസാധ്യമായതുകൊണ്ടാണ്. മുനാദറ എന്ന് പറഞ്ഞാൽ രണ്ടുപേരൊരു വിഷയത്തിൽ പരസ്പരം എന്താണ് ഏറ്റുമുട്ടുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ശരി ബോധ്യപ്പെടണം. കേൾക്കുന്നവർക്ക് ശരി ബോധ്യപ്പെടണമെങ്കിൽ അഭിമുഖീകരിക്കുന്ന രണ്ടുപേരും മുത്തഹാസിമൈനി തുല്യ ശക്തികളാകണം. അങ്ങനെ തുല്യ ശക്തികളാകുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ വാദപ്രതിവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നവർ, പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നവർ, ഖുർആനിൻ്റെ ഭാഷ 25 വർഷമെങ്കിലും നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ ഭാഷ അറിയുന്നവരുമായിട്ടുള്ള തവജ്ജുഹാണ് മുനാദറയാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇഖ്ലാസുള്ള പണ്ഡിതന്മാർ ഇതുപോലുള്ളതായ സോഷ്യൽ മീഡിയയിൽ വരുന്നതായ ഈ വാക്കുകളെയും വെല്ലുവിളികളെയും മെയിൻറ്റ് ചെയ്യാത്തത് യഥാർത്ഥ മുനാദറയ്ക്ക് അസാധ്യമായതുകൊണ്ടാണ്. ഇന്ന് നടക്കുന്നത് മുനാദറയെല്ലാം മുജാദലയാണ്. മുജാദല പാടില്ലാത്തതാണ്, മുക്കാബറ പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഖുർആനിൻ്റെ ശൈലി പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ ദർസുകളിൽ പഠിക്കുന്നതായ വിദ്യാർത്ഥികളെയും നമ്മുടെ പാരമ്പര്യത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇൽമു പഠിക്കുവാൻ അവസരം നൽകിയതായ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, നാമുമായി ബന്ധപ്പെട്ടവർ, അവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മയുടെ കവാടങ്ങളും തുറന്നു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.